ഹായ് 5 സെന്റ് പ്ലോട്ടാണ് തയ്യാറാക്കിയിട്ടുള്ള 1830 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിന്റെ പ്ലാനും അതിന്റെ ഡിസൈനും അതോടൊപ്പം തന്നെ ആ ഒരു വീടിന്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. ഞാൻ ഹനീദ് അനുദാസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിൽ തൃശ്ശൂർ എറണാകുളം ജില്ലകളിലാണ് ഞാൻ കൺസ്ട്രക്ഷൻ വർക്ക് എടുക്കുന്നത്. കൂടുതൽ അറിയാനേ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 4 ബെഡ്റൂമുകൾ ഉൾപ്പെടുന്ന ഒരു പ്ലാനാണ്. 1830 സ്ക്വയർ ഫീറ്റ് അടുത്താണ് ഏരിയ വരുന്നത്. 2 ബെഡ്റൂമുകൾ ഗ്രൗണ്ട് ഫ്ലോറിലും 2 ബെഡ്റൂമുകൾ ഫസ്റ്റ് ഫ്ലോറിലും ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ആകെ 4 ബെഡ്റൂമുകളാണ് ഈ പ്ലാനിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു വീടിന്റെ എലിവേഷൻ ഡിസൈൻ ഒന്ന് കണ്ടിട്ട് വരാം. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ഈ ഒരു വീടിന്റെ 2D പ്ലാൻ ആണ്. അതായത് 3D പ്ലാൻ കാണാം. നമുക്കപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഗ്രൗണ്ട് ഫ്ലോറിന്റെ മാത്രം 3D പ്ലാൻ ആണ് കാണിക്കുന്നത്. വീടിന്റെ പ്ലാനും ഡിസൈനുള്ള കടല്ലോ. ഇനി നമുക്ക് ഈ ഒരു വീടിന്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് ഏകദേശം എത്ര വരും എന്നുള്ളത് നോക്കാം. ആദ്യമായിട്ട് നോക്കുന്നത് ഫൗണ്ടേഷനാണ്. നമ്മൾ കരിങ്കല്ലോടുള്ള ഫൗണ്ടേഷനാണ്. PCC വരെയുള്ള, അതായത് കരിങ്കല്ല് കെട്ടിയിട്ട് അതിന് മുകളിൽ ബെൽറ്റ്, അതിന് മുകളിൽ PCC ചെയ്യുന്ന വരെയുള്ള കോസ്റ്റാണ് പറയുന്നത്. 3,79,000 രൂപയാണ് ഒരു ഫൗണ്ടേഷന്റെ കോസ്റ്റ് വരുന്നത്. ഒരു 1,100 സ്ക്വയർ ഫീറ്റ് അടുത്താണ് ഗ്രൗണ്ട് ഫ്ലോർ വരുന്നത്. അതിന്റെ കോസ്റ്റാണ് വരുന്നത് 3,79,000 രൂപ. അടുത്തായിട്ട് സൂപ്പർ സ്ട്രക്ചർ, ഫസ്റ്റ് ഫ്ലോറിന്റെയും ഗ്രൗണ്ട് ഫ്ലോറിന്റെയും കട്ട കെട്ടിയിട്ട് അതിന്റെ മുകളിൽ സ്ലാബ് വരെയുള്ള സൺഷെയ്ഡ് ലിൻഡിലടക്കമുള്ള കോസ്റ്റാണ് വരുന്നത്. 13,16,500 രൂപയാണ് അതിന്റെ കോസ്റ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേജിലെത്തുന്ന സമയത്ത്, അതായത് സ്ട്രക്ചറൽ വർക്ക് കഴിയുന്ന സമയത്ത്, പ്ലാസ്റ്ററിങ് ഒഴികെയുള്ള സ്ട്രക്ചറൽ വർക്ക് കഴിയുന്ന സമയത്ത് ഒരു 16,95,500 രൂപ, ഏതാണ്ട് ഒരു 17 ലക്ഷം രൂപ നമുക്ക് കോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഓരോന്നും വീഡിയോയുടെ അവസാനം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അടുത്തായിട്ട് അതിന്റെ ഫിനിഷിംഗ് വർക്കാണ്. പെയിന്റിങ്, ടൈല്, പ്ലാസ്റ്ററിങ്, അതുപോലെ ഇലക്ട്രിക്കൽ, പ്ലംബിങ്, ഡോർസ് ആൻഡ് വിൻഡോസ്, ഇതിനൊക്കെ വേണ്ടിയിട്ട് 18,68,000 രൂപയാണ് കോസ്റ്റ് വരുന്നത്. ആകെ ഈ ഒരു വീടിന്റെ ചെലവ് വരുന്നത് 35,63,500 രൂപയാണ്. അപ്പോൾ നമ്മളത് സ്ക്വയർ ഫീറ്റ് റേറ്റിലേക്ക് മാറ്റുമ്പോൾ ഏതാണ്ട് ഒരു 1,947 അടുത്ത് വരുന്നുണ്ട് സ്ക്വയർ ഫീറ്റ് റേറ്റ്. സ്ക്വയർ ഫീറ്റ് 2,000 രൂപയിൽ താഴെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു എർത്ത് വർക്ക്, സൈറ്റ് ക്ലിയറിംഗ് ഒക്കെ 12,500 ആണ് നമ്മൾ കണക്കാക്കിയിട്ടുള്ളത്. പിന്നെ അതിന് മുകളിൽ കരിങ്കല്ലുകൊണ്ടുള്ള RR, അതുപോലെ DR ഫൗണ്ടേഷൻ 1,53,000. പിന്നെ അതിന് മുകളിൽ ബെൽറ്റ് വരുന്നത് 90,000 രൂപയുടെ അടുത്ത് ബെൽറ്റിന്റെ ചിലവ് വരുന്നുണ്ട്. മണ്ണ് ഫില്ല് ചെയ്യാനും ഒക്കെ ആയിട്ട് ഒരു 58,000 രൂപ വരുന്നുണ്ട്. അതിന് മുകളിൽ PCC 65,000 രൂപ. ഇങ്ങനെയാണ് നമ്മൾ 3,79,000 അടുത്ത് ഫൗണ്ടേഷന്റെ കോസ്റ്റ് വരുന്നത്. അടുത്തത് സ്ട്രക്ചർ വർക്ക് വരികയാണെങ്കിൽ, ബ്രിക്ക് വർക്ക്, ഭിത്തി കെട്ടുന്നതിനായിട്ട് 6,16,500 രൂപയാണ് ചിലവ് വരുന്നത്. പിന്നെ ലിൻഡല്, സൺഷെയ്ഡ്, ഇങ്ങനെയുള്ള വർക്കുകൾക്ക് 2,20,000 രൂപയുടെ അടുത്ത് അതിന്റെ കോസ്റ്റ് വരുന്നുണ്ട്. അടുത്തതായിട്ട് RCC സ്ലാബ്, റൂഫ് സ്ലാബ്, വാർക്കയുടെ കോസ്റ്റ് വരുന്നത് 4,85,000 രൂപയാണ്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് സ്ട്രക്ചറൽ വർക്കിന് 13,16,500 രൂപ വരുന്നത്. അടുത്തതിന്റെ ഫിനിഷിംഗ് വർക്കുകളാണ്. പെയിന്റിങ്, പ്ലാസ്റ്ററിങ്, അതുപോലെ 4 ലക്ഷം രൂപ പ്ലാസ്റ്ററിങ് വരുന്നുണ്ട്. 3 ലക്ഷം രൂപ പെയിന്റിങ്ങിന് വരുന്നുണ്ട്. 3 ലക്ഷം രൂപയുടെ അടുത്ത് തന്നെ ടൈല്, അതുപോലെ ഇലക്ട്രിക്കൽ, പ്ലംബിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് 3,5 ലക്ഷം രൂപ അടുത്ത് വരുന്നുണ്ട്. പിന്നെ അതിന്റെ ഡോർസ് ആൻഡ് വിൻഡോസ് 4 ലക്ഷം രൂപയിൽ മേലെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് 18,62,000 രൂപ അതിന് കോസ്റ്റ് വരുന്നത്. അപ്പോൾ ആകെ 35,63,500 രൂപയാണ് ഈ 1830 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിന്റെ ബജറ്റ് നമ്മൾ കണക്കാക്കിയിട്ടുള്ളത്. വീടിന്റെ പ്ലാനും ഡിസൈനും സംബന്ധിച്ച വീഡിയോസ് ആണ് ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്തുള്ള വീഡിയോസ് താല്പര്യമുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.